പിന്തുടരുന്നവനെ ദൈവം മറന്നു കളയത്തില്ല. തൽക്കാലം മറന്നു എന്ന് തോന്നിയെന്ന് വരാം, തൽക്കാലം പ്രതികൂലങ്ങളിലൂടെ പോയി, കഷ്ടതയിലായി പോയി എന്ന് നമുക്ക് ചിന്തകൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ആ കഷ്ടതയിൽ എന്നേക്കുമായി നമ്മളെ മറക്കാത്ത ഒരു ദൈവമുണ്ടെന്ന് ജീവിതത്തെ അനുഭവമുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും എന്നെയും നിങ്ങളെയും നോക്കി ലോക മനുഷ്യർ ചോദിച്ചിട്ടുണ്ട്, നീ പാടാൻ പോയിട്ട് നിനക്ക് എന്തോ കിട്ടി, നീ അന്യഭാഷ പറഞ്ഞിട്ട് നിനക്ക് എന്തോ കിട്ടി, എന്നും ഉപവസിച്ചിട്ട് നിനക്ക് എന്തോ കിട്ടി. കൂടെ പിറപ്പുകൾ പോലും നിന്നെ നോക്കി ചോദിച്ചെന്ന് വരാം, ഈ വേദക പുസ്തകം എടുത്തുകൊണ്ട് നടന്നിട്ട് നിനക്ക് എന്താ പ്രയോജനം ഉണ്ടായത്? ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ മാത്രം, വെല്ലുവിളികൾ മാത്രം, കഷ്ടതകൾ മാത്രം, പലപ്പോഴും പലർക്കുമില്ലാത്ത കഷ്ടതകൾ നിനക്കുണ്ടാകുമ്പോൾ കർത്താവേ, എനിക്ക് മാത്രം എന്താ ഇത്ര കഷ്ടത, എനിക്ക് മാത്രം എന്താ ഇത്ര വേദന എന്ന് ചോദിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ പ്രൈസ് ദ ലോർഡ്, നമ്മൾ ചിന്തിക്കുക മാത്രമല്ല, മറ്റുള്ളവർ നമ്മെ നോക്കി പഴി പറയുന്ന സമയം, പള്ളു പറയുന്ന സമയങ്ങൾ, ദൈവത്തിന് സ്തോത്രം, അവൻ കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ, അതിൻ്റെ നടുവിൽ അവൻ ദൈവത്തിന് നമുക്ക് പറയാനുള്ള, നമ്മോട് ഇടപെടാനുള്ളത്, ഐ വിൽ നെവർ ലീവ് യു, ഞാൻ നിന്നെ മറന്നു കളയത്തില്ല, ഐ വിൽ നെവർ ഫോർഗെറ്റ് യു, ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പിടിച്ചു നിന്നത്, നീ പ്രാർത്ഥിച്ചത്, നീ ഉപവസിച്ചത്, നീ കണ്ണുനീരൊഴുക്കിയത്, അതിൻ്റെ ഒരു മറുപടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ മറന്നു കളയുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ പോകുന്ന അനുഭവങ്ങൾ, ആ വെളിച്ചത്തിൻ്റെ ഒരു കണിക പോലും കാണാൻ കഴിയാത്ത സന്ദർഭങ്ങൾ, അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കൃപ നമ്മളെ പൊതിഞ്ഞതുകൊണ്ടാണ് നമ്മളെ കാണാതെ നമ്മളെ സൂക്ഷിച്ചൊരു ദൈവമുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ കഷ്ടതയിലൂടെ പോയപ്പോൾ, നാം പ്രയാസങ്ങളിലൂടെ പോയപ്പോൾ, നമ്മൾ കടന്നുപോയ കഷ്ടതയിലൂടെ കടന്നുപോയ പലരും ഇന്ന് ഭൂമിയിലില്ല, പലരും തകർന്നു പോയി. എന്നാൽ നമ്മൾ ഇന്ന് ദൈവസന്നിധി വരാൻ കാരണം നമ്മളെ ഉള്ളംകരത്തിൽ താങ്ങുന്ന ഒരു ദൈവം ഉള്ളതുകൊണ്ടാണ്. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? കഴിഞ്ഞ നാളുകൾ നിന്നെ താങ്ങിയ, നിന്നെ ഉള്ളംകരത്തിൽ വഹിച്ച ഒരു ദൈവം, ആ ദൈവത്തിന് കൃപ അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രോഗം വന്നു, കഷ്ടത വന്നു, വെല്ലുവിളി വന്നു, എന്നാൽ അതിൻ്റെ നടുവിലും നീ തകർന്നു പോയില്ല. പലപ്പോഴും ഒറ്റപ്പെട്ടതുപോലെ തോന്നി, ദൈവം പോലും മറന്നുപോയോ എന്ന് ചോദിച്ച സന്ദർഭങ്ങൾ ഉണ്ടായി. എന്നാൽ ദൈവം മറന്നില്ല എന്ന് പറയത്തക്ക രീതിയിൽ അതിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നീ സ്തോത്രം പറഞ്ഞ് ആരാധിക്കണം.